ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു അടയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചക്കയട ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമേ ചക്ക മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇത് കുരുവെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയാണ്. അപ്പോൾ ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ചക്ക നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്രയോ ചേർക്കുക അത്രയും ടേസ്റ്റാണ് തേങ്ങ. ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കര പാനിയാക്കി വെച്ചതാണ്. ശർക്കര പാനിയാക്കിയത് ഒരു അര കപ്പോളം കാണും. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചതാണ്. കുറച്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ല, കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴയ്ക്കുമ്പോഴത്തേക്കും ഇത്തിരി ലൂസായിട്ട് കുഴയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഒത്തിരി ഹാർഡായി പോകാൻ പാടില്ല. ഹാർഡായിടുവാണെങ്കിൽ അടയും ഹാർഡായി പോവും, സോഫ്റ്റ് ആവത്തില്ല. അതുകൊണ്ട് നല്ല ഇത്തിരി ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം. പിന്നീട് അരി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ പൊടി ഏതെങ്കിലും എടുത്താൽ മതി. സാധാരണ അരിപ്പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട കിട്ടത്തില്ല. അപ്പോൾ ഇടിയപ്പമോ പത്തിരിയോ അങ്ങനെയുള്ള എന്തെങ്കിലും പൊടിയെടുക്കാനും ശ്രമിക്കുക. ഇനി നമുക്കൊരു ഇലയിലേക്ക് പരത്തിയെടുക്കാം. അപ്പോൾ വാഴയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്ക് വാഴയിലേക്ക് പരത്താം. അട പരത്തുമ്പോഴത്തേക്ക് ഒത്തിരി കട്ടിയിൽ പരത്തണ്ട. കുറച്ച് മാവ് വെച്ചിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുക. ഒത്തിരി കട്ടിയായിട്ടുണ്ടെങ്കിൽ വേവാനായിട്ട് ഒത്തിരി താമസം എടുക്കും. അപ്പോൾ കുറച്ച് കനം കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി അട നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അടയെല്ലാം എടുത്തു വെച്ചു. ഇനി ഇത് മൂടി വയ്ക്കാം. നന്നായിട്ട് ആവി വന്ന് വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. അടയെല്ലാം നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ചക്കയട റെഡിയായി. പല വിധത്തിൽ നമുക്ക് ചക്കയട ചെയ്തെടുക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും എല്ലാവരും പരീക്ഷിക്കണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.